ദുരന്തർ, ദുരന്തർ 2 ഈ രണ്ട് ചലച്ചിത്രങ്ങളുടെയും ഒരു നിരൂപണമല്ല. അതിൽ ഉള്ളിൽ, ആ ചലച്ചിത്രത്തിനുള്ളിൽ, രണ്ട് ഭാഗങ്ങളായിട്ട് പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിശകലനം മാത്രമാണ്. അതിൽ പ്രധാനമായിട്ട് ഭാരതത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് കുത്തിയൊഴുകിക്കൊണ്ടിരുന്ന കള്ളനോട്ടുകളെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയം, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു പ്രവർത്തന രീതികൾ, അതായത് ആ കള്ളനോട്ട് സംഘങ്ങൾ ഭാരതത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു, കൃത്യമായിട്ടുള്ള ഏത് വഴിയായിരുന്നു അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, അതിനാരൊക്കെയായിരുന്നു അവരെ ഭാരതത്തിൽ നിന്ന് സഹായിച്ചിരുന്നത്, ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു, എന്തായിരുന്നു നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അവരുടെ ഒക്കെ ഒരു പരിസമാപ്തി, അല്ലെങ്കിൽ അവരൊക്കെ ഏത് തരത്തിൽ അവസാനിച്ചു പോയി, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ നരേന്ദ്രമോദി സർക്കാർ അവസാനിപ്പിച്ചു തുടങ്ങിയ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ സംഭവങ്ങളെ, യഥാർത്ഥ സംഭവങ്ങളെ ഒരു സിനിമയുടെ സ്വാതന്ത്ര്യമെടുത്ത്, ഒരു കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമെടുത്ത് ഒരല്പം നാടകീയതയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന പല രംഗങ്ങളും ദുരന്തറിലുണ്ട്. കാരണം ദുരന്തറിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കഥാതന്തു തന്നെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ പാകിസ്ഥാനിൽ ചെന്ന് അവരോടൊപ്പം ചേർന്ന് അൺനോൺ മാനായി, അല്ലെങ്കിൽ അജ്ഞാതനായി ഇല്ലാതാക്കുവാനുള്ള ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിയെ പാകിസ്ഥാനിലേക്ക് പോകുന്ന വ്യക്തിയുടെ ശ്രമമല്ല, ഈ പദ്ധതി ഉദിച്ചു വരുന്നത് അജിത് ഡോവലിൻ്റെ കഥാപാത്രത്തിലാണ്. അജിത് ഡോവലിൻ്റെ കഥാപാത്രത്തിന് അജയ് സാന്യാൽ എന്നാണ് ദുരന്തറിൽ ആ കഥാപാത്രത്തിൻ്റെ പേര്. പുള്ളി അജയ് സാന്യാൽ നിയോഗിച്ചു വിടുന്ന ചാരനാണ് രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ഹംസ അൽ മിസാരി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജസ്കീരത് സിംഗ് റാങ്കി. ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പേരുകൾ. ആ കഥാതന്തുവിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രധാനമായും നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ കള്ളനോട്ട് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു കാര്യക്ഷമമായ തുടക്കം, കാര്യക്ഷമമെന്നുള്ളത് ഈ ഭീകരവാദികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കാര്യക്ഷമമായി ഈ കള്ളനോട്ട് രംഗത്ത്, അല്ലെങ്കിൽ കള്ളനോട്ടുകൾ ഭാരതത്തിലേക്ക് കുത്തിയൊഴുക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി അവർ അവതരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നടപ്പാക്കുവാൻ സാധിച്ചത് ഭാരതത്തിലെ നിലനിന്നിരുന്ന 2016 വരെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന, പ്രചാരത്തിലുണ്ടായിരുന്ന 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ അച്ചുകൾ അവർക്ക് ലഭിച്ചതിന് ശേഷമാണ്. അത് അവർക്ക് നൽകിയത് ഭാരതത്തിലെ ഒരു അക്കാലത്തെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകനും ആണ് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും നിലവിലുണ്ട്.